നന്മയുടെ ഒരു കാഴ്ച കാണിച്ചുകൊണ്ട് തന്നെ ഇന്നത്തെ തത്സമയം റിപ്പോർട്ടർ നമുക്ക് തുടങ്ങാം. നിങ്ങൾക്കില്ലാത്തത് ഇവിടെ നിന്നെടുക്കാം, കയ്യിലധികമുള്ളതെല്ലാം ഇവിടെ വെക്കാം. ആന്ധ്ര പോലീസ് തുടങ്ങിയ കരുണയുടെ മതിൽ ശ്രദ്ധ നേടുകയാണ്. ഉള്ളവർ ഇല്ലാത്തവർക്ക് കൊടുക്കുന്ന, പാവപ്പെട്ടവരുടെ മുഖത്ത് പുഞ്ചിരി വിരിക്കുന്ന ഒരു ഉദ്യമം എന്താണെന്ന് കണ്ടുവരാം. നമ്മുടെ നാട്ടിലും മാതൃകയാക്കാവുന്ന ഒരു ഉദ്യമം അല്ലേ ആന്ധ്ര പോലീസ് തുടങ്ങി വെച്ചതാണ്. കെ ബി ശ്രീധരൻ കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ശ്രീധരൻ, ഇത് എത്ര നാളായി ആന്ധ്ര പോലീസ് ഈ ഒരു ഉദ്യമം തുടങ്ങിയിട്ട്? ഇതിനവർക്ക് വലിയൊരു കയ്യടി കൊടുക്കണമല്ലേ? ആർക്കും മാതൃകയാക്കാവുന്ന ഒരു കാര്യമല്ലേ? തീർച്ചയായിട്ടും അതൊരു, നമ്മളതിൻ്റെ പേര് തന്നെ നോക്കൂ, കൈൻഡ്നസ് വാൾ, അതായത് കരുണയുടെ മതിൽ എന്നാണ് അത് പറയുന്നത്. എത്ര മനോഹരമായിട്ടുള്ള ഒരു പ്രവൃത്തിയാണെന്ന് നോക്കൂ. അതായത് സമൂഹത്തിൽ ഉള്ളവരും ഇല്ലാത്തവരും എന്നുള്ള കാര്യം അത് യാഥാർത്ഥ്യമാണ്. പക്ഷേ ഇല്ലാത്തവർക്ക് ഒരു കൈത്താങ് നൽകുക എന്നുള്ളത് എല്ലാവരും ചെയ്യുന്ന ഒരു കാര്യമല്ല. പക്ഷേ അങ്ങനെ ചെയ്യാൻ ഒരു കൂട്ടം മനുഷ്യരെ പ്രേരിപ്പിക്കുകയാണ് ഈ ഏലൂർ പോലീസ്. ക്രമസമാധാനം മാത്രമല്ല, ഈ സമൂഹത്തിൽ കഷ്ടപ്പെടുന്നവരെ ചേർത്ത് പിടിക്കുക എന്നുള്ള ഒരു വലിയ കാര്യം കൂടിയാണ് ഏലൂർ പോലീസ് ചെയ്യുന്നത്. ഈ ജില്ലാ പോലീസ് മേധാവിയായിട്ടുള്ള പ്രതാപ് ശിവകിഷോറിൻ്റെ ഒരു ഐഡിയയാണ് സത്യത്തിൽ ഇത്. നോക്കൂ, അതിൽ വസ്ത്രങ്ങളുണ്ട്, അതുപോലെ തന്നെ ടോയ്സ് വെക്കാം, പുസ്തകങ്ങൾ വെക്കാം, ഇലക്ട്രോണിക് സാധനങ്ങൾ വെക്കാം. അതായത് നമ്മുടെ വീട്ടിൽ നമ്മൾ ഒരുപാട് സാധനങ്ങൾ നമ്മൾ പുതിയത് വാങ്ങുമ്പോൾ പഴയത് നമ്മൾക്ക് ഉപേക്ഷിക്കാറുണ്ട്. അത് ചിലപ്പോൾ നല്ല സാധനങ്ങളായിരിക്കാം, അതിന് വലിയ കേടൊന്നും ഉണ്ടാവില്ല. അങ്ങനെയുള്ള ഈ സാധനങ്ങളൊക്കെ നമുക്ക് ഈ പോലീസ് നിശ്ചയിച്ച ഈ സ്ഥലത്ത് കൊണ്ടുവച്ചാൽ ആവശ്യക്കാർക്ക് അത് എടുത്തു കൊണ്ടുപോകാം. ഇനി വരുന്ന ആളുകൾക്ക് എക്സസ് ആയിട്ട് അവരുടെ കയ്യിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് അതവിടെ വെച്ച് അവർക്ക് ആവശ്യമുള്ള സാധനങ്ങൾ എടുത്തു പോകാം. അല്ലെങ്കിൽ സാധാരണക്കാരായിട്ടുള്ള ആളുകൾക്ക് ആരോടും ചോദിക്കുകയോ പറയുകയോ വേണ്ട, അവിടെ കണ്ട സാധനങ്ങൾ എടുത്തു കൊണ്ടുപോകാം. അങ്ങനെ കള്ളന്മാർക്കൊന്നും എടുത്തുകൊണ്ട് പോകാൻ പറ്റില്ല എന്ന് പ്രത്യേകം പറയട്ടെ. ഇത് പോലീസാണ് ഈ സംരംഭം നടത്തുന്നത്. പോലീസ് തന്നെ മെയിൻറ്റെയിൻ ചെയ്യുന്ന പോലീസ് സ്റ്റേഷൻ്റെ ഏതാണ്ട് കൺവെട്ടത്തുള്ള ഒരു സ്ഥലത്താണ് ഈ കൈൻഡ്നസ് വാൾ എന്ന് പറയുന്ന, അല്ലെങ്കിൽ ഈ കാരുണ്യ മതിലൊക്കെ അവർ സ്ഥാപിച്ചിരിക്കുന്നത്. അങ്ങനെ ഒരുപാട് ആളുകൾ ഈ സൗകര്യം ഉപയോഗിക്കുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. പണ്ട് നമ്മുടെ നാട്ടിൽ ബാർട്ടർ സിസ്റ്റം ഉണ്ടായിരുന്നു. അതിൻ്റെയൊക്കെ ഒരു പരിഷ്കരിച്ച പതിപ്പ്, അത് നമ്മുടെ കയ്യിലുള്ളതും ഇല്ലാത്ത സാധനം നമ്മുടെ കയ്യിലുള്ളത് കൊടുത്ത് വാങ്ങുന്നതാണെങ്കിൽ ഇത് ആവശ്യമുള്ളവനും അതുപോലെ തന്നെ കയ്യിൽ അധികമുള്ളവനും അവിടെ വെച്ചുകൊണ്ട് അല്ലെങ്കിൽ അവിടുന്ന് പരസ്പരം കൈമാറാനുള്ള സൗകര്യമൊക്കെ ഉണ്ട്. ഇത് പറയുമ്പോൾ തന്നെ നമ്മുടെ നാട്ടിൽ ഇതിൻ്റെ മറ്റൊരു പതിപ്പുണ്ട്. ഇപ്പം എൻ്റെ നാട് ചാലക്കുടിയാണ്. ചാലക്കുടിക്ക് സമീപം കൊരട്ടി എന്ന് പറയുന്നൊരു സ്ഥലമുണ്ട്. ഈ കൊരട്ടി പോലീസ് ഇത്തരത്തിലൊരു പദ്ധതി നടപ്പിലാക്കുന്നുണ്ട്. പാഥേയം എന്നാണ് ആ പദ്ധതിയുടെ പേര്. അത് ആളുകൾക്ക് വിശന്നിരിക്കുന്നവർക്ക് അന്നം നൽകുന്ന പദ്ധതിയാണ്. അവിടെ ആ ഒരു ബോക്സ് വെച്ചിട്ടുണ്ട്. ആ ബോക്സിൽ ഭക്ഷണപ്പൊതികൾ കൊണ്ടുവച്ചാൽ ആവശ്യക്കാർക്ക് എടുത്തു കൊണ്ടുപോകാം. അത് പോലീസ് എടുത്ത ഒരു വലിയ ഇനിഷ്യേറ്റീവ് ആയിരുന്നു. ഇങ്ങനെയുള്ള മാതൃകകൾ കൂടി നമുക്ക് നമ്മുടെ നാട്ടിൽ കൂടി സന്ധ്യ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ